ഇന്നത്തെ റെസിപ്പി ഒരു തനി നാടൻ റെസിപ്പിയാണ്, നമ്മുടെ ബീഫ് വറുത്തരച്ചത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ വറുത്തരച്ചിട്ട് തന്നെയാണ് എല്ലാ കറികളും ഉണ്ടാക്കിയിരുന്നത്. ഈ ഇറച്ചിക്കറികളൊക്കെ വറുത്തരച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നീടാണ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ബീഫ് ഒന്ന് വറുത്തരച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങളാരും ചെയ്തു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ സവോളയൊക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് പകരം കുറച്ച് ഉള്ളിയാണ് നമ്മൾ കൂടുതൽ ചേർക്കുക. സവോളയുടെ എണ്ണം കുറച്ചിട്ട് ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആ ഒരു ട്രഡീഷണൽ റെസിപ്പീസിനൊക്കെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഉള്ളി ചേർക്കാൻ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. വല്ലപ്പോഴും മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള റെസിപ്പികൾ ആ ട്രഡീഷണൽ ടേസ്റ്റോടുകൂടി ചെയ്യാറുള്ളൂ. അപ്പോൾ കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും നമുക്ക് ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ക്രിസ്മസിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ ഒരു സൺഡേ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നാടൻ ബീഫ് വറുത്തരച്ചത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. 375 ഗ്രാം ബീഫാണിത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി വറുത്തരയ്ക്കുമ്പോൾ കുരുമുളക് ചേർക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാ പൊടികളും നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ കുറച്ചേ ചേർക്കുള്ളൂ. പിന്നെ ഈ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ ബീഫ് സോഫ്റ്റ് ആവാനായിട്ട് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിനീഗറിന് പകരം ഒരു പീസ് പച്ച പപ്പായ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുക്കായി വരാൻ ചിലപ്പോൾ 4 വിസിൽ വരെ വേണ്ടി വരും. അത് നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വ്യത്യാസം വരാൻ. ചില ബീഫ് 2 വിസിലിന് കുക്കായി കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് കുക്കാവണ്ട കേട്ടോ. ഒരു 1/4 ഭാഗം കുക്കായി വന്നാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പക്ഷേ ചില ബീഫ് കുറച്ച് മൂപ്പ് കൂടിയ ബീഫാണെങ്കിൽ വെള്ളം ഇറങ്ങി വരാൻ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ കുക്കറിൽ കരിഞ്ഞു പിടിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി നമ്മുടെ ബീഫിലേക്ക് പിടിക്കാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് തന്നെ ഉള്ളിയും സവോളയും നന്നാക്കി വയ്ക്കുക. ഞാനിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഉള്ളി ചെറുതാണ്. അപ്പോൾ എനിക്ക് തൊലി കളയാൻ മടിയായിട്ട് കുറച്ച് ഇത്രയും ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്യുക. ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട. പിന്നെ വലിയ സവോളയാണെങ്കിൽ 1 സവോള നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി മതി സവോളയും എല്ലാം. പിന്നെ ഉള്ളി ചേർത്താലേ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഉള്ളി തന്നെ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ബീഫ് കറിക്ക്. പക്ഷേ മുഴുവനായിട്ട് ഉള്ളി ചേർക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് കുറച്ച് ഉള്ളിയും കുറച്ച് സവോളയും മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. പിന്നെ തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബീഫ് കുക്കായി ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ആദ്യം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുരുമുളകാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാടൻ കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ മുഴുവൻ കുരുമുളക് തന്നെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ ഈ കുരുമുളക് ഒന്ന് ചൂടായി വരട്ടെ. പൊട്ടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് കുരുമുളക് കുക്കായി വന്നോളും. പൊട്ടിയാലും കുഴപ്പവുമില്ല. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2-3 ഇതൾ കറിവേപ്പില. ഇതൊന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ വറുക്കണം കേട്ടോ. നമ്മുടെ നാടൻ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ തേങ്ങ വെളിച്ചെണ്ണ ചേർക്കാതെ നോൺ സ്റ്റിക്ക് പാനിൽ വറുക്കുന്നതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണ ചേർത്തിട്ട് തന്നെ വറുക്കുന്നതാണ്. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്നിനി മാറി വരട്ടെ. അതിന് ശേഷമാണ് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കാം കേട്ടോ. നമുക്ക് നോൺ വെജ് റെസിപ്പീസ് ചെയ്യുമ്പോൾ എപ്പോഴും അത്യാവശ്യമുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ അത് ചതച്ച് തന്നെ ചേർക്കണം. ഈ ഒരു കറിയിൽ മുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിൽ ബീഫ് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ കളറിങ് നന്നായി മാറി വരട്ടെ. അതുവരെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായി മാറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പൊടികൾ വേഗം തന്നെ കരിഞ്ഞു പോവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി. നമ്മൾ ബീഫിൽ കുറച്ചേ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ നിറയെ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീഫിലും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ചൂടിലല്ല, ഇളം ചൂടോടെ അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കും എന്നുണ്ടെങ്കിലും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എങ്കിലും, അധികം താല്പര്യമില്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതി. താല്പര്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം വറുക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. പെരിഞ്ജീരകം വറുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ടേസ്റ്റും വറുക്കാതെയുള്ള ടേസ്റ്റും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് വറുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ഇളം ചൂടോടെ അരച്ചെടുക്കാം. കുറച്ച് സമയത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള ചട്ടിയാണ്, അപ്പോൾ തേങ്ങ കരിഞ്ഞു പോവും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം, അപ്പോൾ കരിയാതിരിക്കും. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയാക്കാനാണ് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. തേങ്ങ ഇതാ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങക്കൊത്ത് ആഡ് ചെയ്യാം. ഇതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. തേങ്ങക്കൊത്ത് ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്നിട്ട് തേങ്ങക്കൊത്ത് കറക്റ്റായിട്ട് കുക്കായി വന്നോളും. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി മുറിച്ചത്, അതുപോലെ തന്നെ സവോള മുറിച്ചത്, ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്, മുറിച്ചല്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഇഞ്ചിയുടെയും സവോളയുടെയും എല്ലാം കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില. ഇതൊന്ന് കളർ മാറി വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ആ പച്ചമുളകും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നിങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഉള്ളിയുടെ കൂടെ കിടന്ന് ഒന്ന് കുക്കായി
വരണം. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ഒരുപാട് കളർ മാറുന്നതിന് മുന്നേ തന്നെയായിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അരപ്പ് ചേർക്കുന്ന സമയമാകുമ്പോൾ നിങ്ങൾ സവോളയിലേക്ക് അരപ്പ് ചേർത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ബീഫും വെള്ളവും എല്ലാം ചേർത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഈ ബീഫും ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് കുക്കായി വരണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് ഒരു 1/4 ഭാഗമേ കുക്കായിട്ടുള്ളൂ, ബാക്കിയുള്ള 1/4 ഭാഗം കുക്കായി വരണം. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങും ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ അരപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അരപ്പ് കുറുകി വരികയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് ചൂടുവെള്ളം ചേർക്കാൻ പോവാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് നന്നായിട്ട് തിക്കാണ്. അപ്പോൾ ഞാൻ ഈ അരപ്പ് ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി തിളച്ച് ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. പിന്നെ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ഗ്രേവിയുടെ അളവ് തീരുമാനിക്കാം. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ എരിവിന് കുരുമുളക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടി പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ഇനി നമ്മൾ മസാലപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പെരിഞ്ജീരകപ്പൊടി മാത്രം മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിന് മെയിനായിട്ട് ബീഫ് ഫ്രൈ ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും വറുത്തരച്ച കറി ആണെങ്കിലും എല്ലാം പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഫ്ലേവറാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ സവോളയൊക്കെ ഇത് കണ്ടോ അലിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ വീണ്ടും കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാവുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇനി ഇത് കുറച്ച് കറിവേപ്പില മാത്രം ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അതുപോലെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാം. ഇനി ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ വീണ്ടും നല്ല തിക്കായി വരും. അപ്പോൾ ചൂടോടുകൂടെ തന്നെ യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷേ നല്ല തിളച്ച ചൂടോടെയല്ല, ഒരു മീഡിയം ചൂട്, ഒന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ കറിയുടെ. അപ്പോൾ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാടൻ വറുത്തരച്ച ബീഫ് കറി ഇതാ റെഡിയായി. അപ്പോൾ ഈ ബീഫ് കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ഇതിലുള്ള ഉരുളക്കിഴങ്ങ് മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ കൂടെ കിടന്ന് ഉരുളക്കിഴങ്ങ് കുക്കാവുമ്പോൾ ബീഫിലുള്ള നെയ്യും ആ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങും കൊടുക്കുക, വീട്ടിലുള്ള വലിയ ആളുകൾക്ക് ബീഫും കഴിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും, എനിക്കറിയാം തക്കാളി ചേർക്കുന്നില്ലേ എന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാടൻ വറുത്തരച്ച ബീഫ് കറിയിൽ നമ്മുടെ ഒന്നും വീടുകളിൽ പണ്ട് മുതലേ തന്നെ തക്കാളി ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കാതിരുന്നത്. പിന്നെ നിങ്ങൾക്ക് തക്കാളി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ഒരു തക്കാളിയും കൂടി മുറിച്ച് ചേർക്കാം. അത് നിങ്ങളുടെ ചോയ്സ്. അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പികളിൽ തക്കാളി ചേർക്കാതെ ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നിർബന്ധമാണെങ്കിൽ മാത്രം തക്കാളി ചേർക്കുക, ഇല്ലെങ്കിൽ തക്കാളി ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.